എല്ലാ കാര്യം ചോദിക്കാനും ഇത് പറയാനും കൂടെ പോരാനും എല്ലാം എൻ്റെ കൂടെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. അത് ഇനി എങ്ങനെ നീണ്ടം പോയിക്കൊണ്ടിരിക്കല്ല. ഇനിയിപ്പോൾ വേറെ ഒരു ഇതില്ല. അതാണ് കൊച്ച് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാലോ. ഞാനിവിടെ ഉണ്ട്. ആ, ഹാപ്പിയാണോ? ഹാപ്പിയാ. ആ, എന്നാ ഇനി പോയി കടന്നോ. എനിക്ക് ചെറിയ ഉറപ്പില്ല, ഇഷ്ടം എന്നുവെച്ചാൽ കൊച്ചു വന്നതിന്റെ സംഗതി ഒരു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതെ, കുറച്ചു മുമ്പ് ഞങ്ങൾക്കൊരു കമന്റ് വന്നേ, Q&A പോസ്റ്റ് ഡിലീറ്റ് ആക്കിയോ എന്ന് ചോദിച്ച് ചിരിച്ചുകൊണ്ടിരിക്കണ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കാണില്ലായിരിക്കും. നമ്മൾ ബിന്ദു സ്ട്രീംസിൽ ഇടുന്ന ഓരോ പോസ്റ്റ് ഓരോ വീഡിയോ ഡിലീറ്റ് ആക്കില്ല. കാരണം നമ്മൾ അത്രയ്ക്കും നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിലീറ്റ് ആക്കേണ്ടുന്ന വീഡിയോസ് ഒന്നും നമ്മൾ ഒരിക്കലും പോസ്റ്റ് ചെയ്യത്തില്ല. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എന്ന് പറയും പോലെ ഞാൻ എല്ലാ കാര്യവും ശരിക്കും അരിച്ചു പെറുക്കി നോക്കിയിട്ട് മാത്രമേ അതിൻ്റെ വരും വരായികളും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നോക്കിയിട്ട് നമ്മൾ വീഡിയോ ഇടാറുള്ളൂ. അതിട്ട് കഴിഞ്ഞാൽ ഞാനൊരു സബ്സ്ക്രൈബർ എന്ന നിലയിൽ പോലും ഞാൻ ആ ഭാഗത്ത് നിന്നും ചിന്തിച്ചിട്ട് മാത്രമേ ഞാനൊരു വീഡിയോ ഇടാറുള്ളൂ എന്നും പറയാറുള്ളൂ. അപ്പം നമ്മുടെ Q&A പോസ്റ്റ് ഇതായിരുന്നു. അണ്ടേ, Q&A പോസ്റ്റ് നമ്മൾ ഡിലീറ്റ് ആക്കിയിട്ടില്ല. ബിന്ദു സ്ട്രീംസിൽ 2 ആഴ്ച മുമ്പ് ഇട്ടതാണ്. സത്യം പറഞ്ഞ ഈ ഒരു Q&A നമുക്ക് എടുക്കണം എന്നോർത്തത് ക്രിസ്മസ് വെക്കേഷനാണ്. കാരണം തീരെ സമയമൊന്നുമില്ല, നമുക്ക് വേറെ കുറേ കാര്യങ്ങളല്ലാത്ത കാര്യങ്ങളില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്നേരം എടുക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇടണമല്ലോ. അപ്പോൾ ഇതിനകത്ത് 27 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ഇട്ടാണെന്നും ആരും കാണാറില്ല. എന്താണ് സത്യം, 27 കമൻറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതും വളരെ നല്ല കാര്യമാണ്. അപ്പം അത് ചെയ്യാമെന്ന്, അതിപ്പോൾ അങ്ങോട്ട് ചെയ്യാമെന്നൊക്കെ ഓർത്തു. 27 കമൻറ്റും ഞാൻ വായിക്കുന്നതായിരിക്കും. 27 കമൻറ്റ് ഇട്ടവരുടെ പേരും വായിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നേരെ Q&Aയിലേക്ക് കിടക്കാം. ചേട്ടന് Q&A എന്ന് വെച്ചാൽ എന്നാന്നൊന്നും അറിയത്തില്ല. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. Q&A അച്ഛാ എന്നോട് Q&A ചെയ്യാവോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ നാളായല്ലോ ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചു ശരിയാ എന്നാൽ പിന്നെ ചെയ്യാമെന്നും പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇട്ടു. Q&Aക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളൊന്നും വരുന്നില്ലല്ലോ, ഇവിടെ ചോദിച്ചോളൂ, ഉത്തരവുമായി നമ്മൾ ലോങ് വീഡിയോയിൽ എത്തുമെന്നും പറഞ്ഞ് 2 ആഴ്ച മുമ്പ് നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് 27 പേര്, അതിന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എല്ലാം ഒരേ മാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പം നമുക്ക് ചേട്ടനോട് പറഞ്ഞു കൊടുക്കുന്നത്, ഞാനൊരു പോസ്റ്റ് ഇട്ടു, അതിനകത്ത് നമ്മളോട് ചോദിക്കേണ്ടുന്ന അവർക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ മറുപടി കൊടുക്കണം. റെഡിയാണോ? അപ്പോൾ ആദ്യത്തെ കിടക്കുന്ന ഇതിനകത്ത് ഇതാണ്. കൃഷ്ണകുമാർ B 9837 എന്ന് പറയുന്നൊരു അക്കൗണ്ടിൽ നിന്നും വന്ന ചോദ്യമാണ്. ചോദ്യമല്ല, ഒരു നിർദ്ദേശമാണ്. ആൻസുമോൻ മാത്രം മതി ചേച്ചി, ഒരു കുഞ്ഞുകൂടി വന്നാൽ അവൻ ഒറ്റപ്പെട്ടു പോകും എന്നും പറഞ്ഞ് 2 കൈ കൂപ്പി. അപ്പൊ ചേട്ടൻ എന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു. ആൻസുമോൻ മാത്രം മതി ചേച്ചി, ഒരു കുഞ്ഞുകൂടി വന്നാൽ അവൻ ഒറ്റപ്പെട്ടു പോകുന്നു. അതിപ്പോ ആൻസുമോൻ മാത്രം മതി എന്ന് അവരില്ല, നമ്മളല്ല തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരാൾ പറഞ്ഞു അത് അപ്പോൾ നമ്മൾ ആലോചിച്ചത് എന്താ വേണ്ടത് ചെയ്യും. പിന്നെ ഒരു കുഞ്ഞുകൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കുഞ്ഞുകൂടി വന്ന ഇവന് കൂട്ടാവുമല്ലേ ചെയ്യുന്നത്, ഒറ്റപ്പെട്ടു പോകുമല്ലോ ചെയ്യുന്നത്. ഇപ്പോഴല്ലേ ഒറ്റപ്പെട്ടു നിൽക്കണേ. അതെ, ഇപ്പൊ ഞാനങ്ങ് പോകും, എല്ലാരും അങ്ങോട്ടും പോകും. ഇവനൊക്കെ പ്രായമുള്ള കുട്ടിയാ. നിന്റെ അഭിപ്രായം എന്താണ്? വേണമെങ്കിൽ തന്നാ മതി. അങ്ങനെ ഒരു കുഞ്ഞാൻ വന്നാൽ ഒരു ഭയങ്കര ഇഷ്ടമാ. ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സമയത്ത്, ഞാൻ ആദ്യമായിട്ട് ജോലി കിട്ടി കോളേജിൽ പോണ സമയത്തൊക്കെ ഇവനറിയത്തില്ല കുഞ്ഞുമാവ എങ്ങനെയാ വന്നേന്നോ പപ്പ വേണമെന്നോ അങ്ങനെയുള്ള ഇതൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഇവന്റെ ഓർക്കണം കോളേജിൽ പോകുന്നു, അതെ വൈകിട്ട് വരുമ്പോഴേ കുഞ്ഞാവേനെ കൊണ്ട് വരണേ
അതുപോലെ എൻ്റെ ഒരു കസിൻ പ്രസവിച്ച് കിടന്നപ്പോൾ കൊച്ചിനെ കാണാൻ പോയപ്പോൾ കൊച്ചിനെ എടുത്തോണ്ടിരുന്നപ്പോൾ അവരെന്തോ കാര്യത്തിന് വീടിനകത്തേക്ക് കയറിപ്പോയി. ഞാനിങ്ങനെ കൊച്ചിനോട് ഇരിക്കുക. അപ്പം പറയാം, കൊച്ചിനെ കിട്ടിയില്ലേ, ഉടനെ നമുക്ക് ഓട്ടോറിക്ഷ കയറിക്കാം, നമുക്ക് വീട്ടിൽ പോവാന്ന്. അവർ വന്നതിൻ്റെ മുമ്പേ. അടുത്തത് രമ്യ എം 1519. ഒരു കുഞ്ഞുകൂടി വേണമെന്ന് തോന്നുന്നുണ്ടോ ആൻസിന് ഒരു സിബ്ലിങ്സ് ആയിട്ട്? തോന്നുന്നുണ്ടോ? ഒരു കുഞ്ഞുകൂടി വേണമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ആ, ചേട്ടന് തോന്നുന്നുണ്ട്. ആൻസിന് നാണം വരുന്നത്. എന്റെ പൊന്നോ, നിലവിലൊന്നുമില്ല കേട്ടോ. ഇന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് പായസം കുടിക്കാൻ കൊതിയായി, കരള് തിന്നാൻ കൊതിയാന്നപ്പോ ഇപ്പൊ കൊതിയൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കമന്റ് വന്നു. അങ്ങനെയൊന്നുമില്ല കേട്ടോ. സിംഗിൾ പസിംഗ, ഞാനിപ്പോ സിംഗിൾ പസിംഗ. എന്നടാ നോക്കണേ. അടുത്തത് റിൻസി സാജു SF8GE. ഈ റിൻസി സാജു ആണ് കമന്റ് റിൻസി സാജു ആണ് പറഞ്ഞത്. Q&A വീഡിയോ പോസ്റ്റ് ഡിലീറ്റ് ആക്കിയോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് കേട്ടോ. ഇനി ഒരു ബേബി പ്രതീക്ഷിക്കാവോ? ഓഫ് കോഴ്സ് പ്രതീക്ഷിക്കാം. കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോ നമുക്ക് എന്താണെങ്കിലും പ്രതീക്ഷിക്കാമല്ലോ. പ്രതീക്ഷിക്കുന്ന ഒരു തെറ്റല്ലല്ലോ. പറയൂ, ഇതിപ്പോ എല്ലാവർക്കും കുട്ടി വേണമല്ലോ ചേട്ടാ. കമന്റ് മൊത്തം ഇത് മാത്രം. ഇനി അടുത്ത കമന്റ് ആണ് ഹർഷിത 740. ചേച്ചി ഒരു കുഞ്ഞിന് വേണ്ട, ചേട്ടനും ചേച്ചിക്ക് ഒരു മോനുണ്ട്, അവനെ പൊന്നുപോലെ വളർത്തു, സമാധാനത്തോടെ സുഖമായി ജീവിതം നയിക്കുക, അവൻ നോക്കും നിങ്ങളെ, ചേട്ടനും ചേച്ചി സന്തോഷമായി ജീവിക്കു ചേച്ചി, എന്റെ മാത്രം അഭിപ്രായം. നീ നോക്കോടാ. എങ്ങനെ ഇങ്ങനെയോ? എനിക്ക് തോന്നണില്ല. കറക്റ്റാന്ന് കൃഷ്ണകുമാർ പിന്നെയും വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. ഇതാരോ തച്ചിലിരുന്നിട്ടേക്കുന്നതാണല്ലോ ചേട്ടാ. അടുത്തത് സിമ്പിൾ ലൈഫ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ചേട്ടന്റെയും ചേച്ചിയുടെയും മാത്രമായിട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളതും അതുപോലെ ഏറ്റവും സങ്കടപ്പെടുത്തിയതുമായ ഒരു കാര്യം പറയാമോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ചേട്ടന്റെയും ചേച്ചിയുടെയും മാത്രമായിട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളത്. കാരണം ഞാൻ ഒറ്റപ്പെട്ട, ഇവനും ഒറ്റപ്പെട്ട, ഇവിടെ ചേട്ടനും ഒറ്റപ്പെട്ട് ജീവിച്ചോണ്ടിരുന്നോടത്ത് നമ്മളൊരു ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോ അതില് വലിയ സന്തോഷമൊന്നും, ഏറ്റവും സന്തോഷം അതില് തോന്നിയിട്ടുള്ളൂ. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നത് മാത്രല്ല, എനിക്കൊരു ചാച്ചനെയൊക്കെ കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. കാരണം ഇവൻ അങ്ങനെ ഒരു മുത്തശ്ശന്റെ സ്നേഹമൊന്നും ഇവന് അപ്പ ഉണ്ടായിരുന്നപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവനത് വലിയ ഓർമ്മയൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഇവന് ഭയങ്കര ഇഷ്ടമാണ്. അല്ലേടാ, ചാച്ചന്റെ അടുത്തോണം ഭയങ്കര ഇഷ്ടമാണ് ഇവന്. അവിടെ പോണ ഇഷ്ടമാണ്. ഈ തറവാട്ടിലുള്ള ആന്റിയൊക്കെ ഇവന് ഭയങ്കര ഇഷ്ടമാണ്. ചെന്നാലോ ഭയങ്കര സ്വാതന്ത്ര്യത്തോടു കൂടി ഫോണൊക്കെ എടുത്ത് അതിനകത്ത് ഗെയിമൊക്കെ കളിച്ചിരിക്കാൻ അതവന് ഭയങ്കര സന്തോഷമാണ്. ആ വീട്ടിലൊക്കെ പോകുന്നത് ഇവന് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതൊക്കെ തന്നെയാണ് എൻ്റെ സന്തോഷം. ചേട്ടനാണേലും ഒറ്റപ്പെട്ട് ഇങ്ങനെ ജീവിക്കുമ്പോ കുറച്ച് ഇതായിട്ടൊക്കെ വന്നപ്പോ ചേട്ടന് സന്തോഷമാണ്. പിന്നെ ഏറ്റവും സങ്കടപ്പെടുത്തിയതായ ഒരു കാര്യം പറയാമോന്ന്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശരിക്കും വിഷമിപ്പിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്. അതൊരു കുടുംബജീവിതമാകുമ്പോ അതൊക്കെ ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. അതൊന്നും വലിയ ഇതൊന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എപ്പ ഞാൻ പോവൂന്നൊക്കെ പറയും ഇടയ്ക്ക്. ഞാൻ പോവും, എനിക്ക് മടുത്ത്, ഞാൻ പോവും. എന്നിട്ട് എനിക്ക് ഉള്ളില് ചിരി വരും. അത്ര പോവാനിടയില്ലല്ലോ. അതല്ല, പോവാൻ എനിക്ക് ഇടമില്ലല്ലോ. അത് കഴിഞ്ഞ് ചേട്ടൻ പറയും ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോവാന്ന്. അപ്പൊ ഇവരെന്നോട് ചോദിക്കോ, അല്ല ആരെങ്കിലും സ്വന്തം വീട്ടിൽ നിന്ന് പോവാന്ന് പറയാ. പിന്നെ എനിക്ക് സങ്കടം തോന്നിയായിരുന്നു കേട്ടോ. ചേട്ടന്റെ ചേട്ടന്റെ സ്ഥലം കുറച്ച് എന്റെ പേരിലേക്ക് എഴുതി തരാന്ന് പറഞ്ഞു.
ഞാൻ പിന്നെ മൊത്തം കൊണ്ട് എഴുതി തന്നിട്ട് ചേട്ടൻ വല്ലയിടത്തേക്ക് പോവുകയാണെന്നുണ്ട്. ഇന്ന് എനിക്ക് സങ്കടം വന്നത് കലിതാത്തിന്റെ മുന്നിൽ അത്തുപോയി. ഇവന്റെ സങ്കടം വന്ന് കോഴിക്കുഞ്ഞ് അത്തുപോയപ്പോഴാ. പിന്നെ പിന്നെ വേറെ ഇനി നോക്കട്ടെ അടുത്തത്. അത് കഴിഞ്ഞ് ഇനി വിൻ 618 എന്നും പറഞ്ഞ് മറ്റുള്ളവർക്ക് നൽകാൻ പറ്റിയ നല്ല മോട്ടിവേഷൻ എന്താണ്? ഞാൻ പറയാം ആദ്യം. മോട്ടിവേഷൻ. എന്ത് സങ്കടം വന്നാലും ചിരിച്ചങ്ങ് നിൽക്കണം. കരഞ്ഞാലും ഉള്ളിൽ കക്കാന്ന് വന്ന് ചിരിക്കണം. ആര് ദേഷ്യപ്പെട്ടാലും ചിരിച്ചുകൊണ്ടേ ഇരിക്കണം. എപ്പോഴും ചിരിക്കണം. അത്രേ ഉള്ളൂ. അതാണോ നീ ചിരിക്കണത് എപ്പോഴും? കരഞ്ഞാലും ഉള്ളില് കക്കാന്ന് ചിരിച്ചോളൂ. അപ്പൊ നീ ഇടയ്ക്കിടയ്ക്ക് കരയ, അന്നേരം ഉള്ളില് കക്കാന്ന് ചിരിക്കണം ഉണ്ടെന്ന്. അയ്യടാ ഭയങ്കര ഇവരാണ് കൊള്ളാൻ. അവൻ തന്ന മോട്ടിവേഷൻ സൂപ്പറാണ് കേട്ടോ. നമ്മള് സങ്കടം ഉണ്ടായാലും നമ്മള് മാത്രം ഉള്ളപ്പോ മാത്രമേ നമ്മള് സങ്കടപ്പെടാവുള്ളൂ. മറ്റൊരാളുടെ അടുത്ത് നമ്മൾ കരഞ്ഞു കാണിച്ചാൽ സങ്കടപ്പെട്ടാൽ അയാൾക്ക് അതൊരു കോമഡി ആയിട്ടും പരിഹാസമായിട്ടൊക്കെ നമ്മളെ പരിഹസിക്കാനുള്ള ഒരു ആയുധമായിട്ടൊക്കെ അയാൾ എടുക്കത്തുള്ളൂ. പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും പോയി ചാകാൻ പറഞ്ഞപ്പോ പോയി ചത്തേക്കരുത്. തിരിച്ചങ്ങനെ ചോദിക്കണം, നിങ്ങളാണ് എനിക്ക് ചെലവ് തന്നെ. നീ പോയി ചാവടാന്ന് പറഞ്ഞ പോയി ഓടിപ്പോയി ചാവാനും നോക്കരുത്. നീയാണ് എനിക്ക് ചെലവിനെന്ന് ചോദിച്ചോളൂ. ഇതൊക്കെ ഭയങ്കര മോട്ടിവേഷൻ. എടാ നീ എന്നാണോ മോട്ടിവേഷൻ സ്പീക്കർ? ഇതൊക്കെ എപ്പാ അല്ലാതെ കൊച്ചു പറഞ്ഞു ഞാൻ 100% കൊച്ചിന്റെ. പിന്നെ തോറ്റാലും എപ്പോഴെങ്കിലും വിജയം ഉണ്ടായിരിക്കും. ഒരു തവണ തോറ്റെന്ന് ഓർത്തോണ്ട്, ഒരു 10 തവണ തോറ്റെന്ന് ഓർത്തോണ്ട് നമ്മൾ തോറ്റോണ്ടേ ഇരിക്കരുത്. എട്ടുകാലി ചെലന്തി വേല ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ? 10 പ്രാവശ്യം ചാടുമ്പോഴായിരിക്കും അങ്ങപ്പുറത്ത് എത്തുന്നത്. അപ്പൊ എന്താണേലും അപ്പുറത്തെത്തിയ ആ സാധനം അവിടെ പിടിപ്പിക്കാം എന്നുള്ള ഒരു ഉദ്ദേശം അതിനുള്ള അതിന് ലക്ഷ്യമുണ്ട്. അപ്പൊ ചാടി അത് എപ്പോഴെങ്കിലും അത് ചുറ്റി അത് കറക്റ്റാക്കി എടുക്കും. ഒരു ദിവസം ഞാനൊന്ന് പെന്റെ മേത്തേക്ക് ചാടി വല ഉണ്ടാക്കാൻ നോക്കി. ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ വല പൊട്ടിച്ചളഞ്ഞു, അല്ലെ പിന്നെ പൊട്ടിക്കില്ലായിരുന്നു. അപ്പൊ ഇതാണ് പറയാനുള്ളത്. മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഒരിക്കലും നമ്മുടെ ഏറ്റവും വലിയ വിഷമങ്ങളോ നമ്മുടെ ഏറ്റവും അധികമായ സന്തോഷങ്ങളോ ഒന്നും ആരുമായിട്ട് പങ്കുവെക്കാതിരിക്കുക. നോർമലായിട്ട് അങ്ങ് പോവുക. എൻ്റെ ഹാർട്ടാണ്, എൻ്റെ ചങ്കാണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് ഇതാണെന്നൊക്കെ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ആര് പിണങ്ങിയാലും നമ്മൾ പറയുന്ന ദുഃഖങ്ങളെ നമുക്ക് ഏറ്റവും അധികം നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതാണെന്ന് മനസ്സിലാക്കി അത് വെച്ച് നമ്മളെ കുത്തി നോവിപ്പിക്കാനായിട്ട് മറ്റുള്ളവർ മെനക്കിടും. അതുപോലെ തന്നെ പരാജയം എന്ന് പറഞ്ഞാൽ ജയത്തിൻ്റെ മുന്നോടിയായിട്ട് കാണുന്ന സംഭവമാണ്. അതില്ലെങ്കിൽ ജയമില്ല. ഒരു പരാജയം ഉണ്ടായിട്ടൊരു ജയം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇരട്ടി സന്തോഷം വരും. അതുകൊണ്ട് ആരും ദുഃഖിക്കാതിരിക്കുക. പിന്നെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഷമം ജീവിതത്തിൽ സംഭവിച്ചു എന്ന് കരുതി എൻ്റെ ജീവിതമേ പോയി എന്ന് പറയരുത്. ജീവിതത്തിൽ വേറെ കാര്യങ്ങൾ ഒരുപാട് കിടക്കുവാണ്. ഭൂമി ഉരുണ്ടതാണ്. ആ ഭൂമിയിൽ ഒരറ്റത്ത് ഇന്ത്യ ഉണ്ട്, ഒരറ്റത്ത് അമേരിക്ക ഉണ്ട്, വേറൊരു അറ്റത്ത് റഷ്യ ഉണ്ട്, വേറൊരിടത്ത് ചൈനയുണ്ട്. ഇന്ത്യക്ക് സംഭവിച്ചിരിക്കുന്ന ദുഃഖം ഇന്ത്യയുടെ മാത്രം ദുഃഖമാണ് എന്നും കരുതി അമേരിക്ക അത് ബാധിക്കുന്ന കാര്യമേ അല്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു പാർട്ടിൽ ദുഃഖം വന്നു എന്നും കരുതിക്കൊണ്ട് നമ്മൾ ബാക്കിയുള്ളതൊക്കെ അവിടെ കിടക്കുക. അപ്പം അതിന് വേണ്ടിയിട്ടും ജീവിക്കാനായിട്ട് പോവുക. അത്രയൊക്കെ മോട്ടിവേഷൻ പോരെ? ഇപ്പം തന്നെ പറഞ്ഞാണ് ചോദിക്കണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ ഇതാ വായിച്ചത്. അമ്മച്ചിക്കുട്ടി എവിടെ? ബിന്ദുന്ന്. അമ്മച്ചിക്കുട്ടി ഇതാണ്. അമ്മച്ചി വിളിച്ചോണ്ടാടാ. ഒന്ന് വന്നിട്ട് ഹായ് പറഞ്ഞിട്ടോ പറയണ. പോരും എന്താടാന്ന് കിടക്കണ അമ്മച്ചീനെ പോയി വിളിച്ചു. സബ്സ്ക്രൈബേഴ്സ് വിളിക്കണ്ട്, കാശ് തരാനാണ് അമ്മച്ചിയോട്. അന്ന് വന്നിട്ട് പോകാൻ പറയടാ. അമ്മച്ചി എവിടെയെന്ന് ചോദിച്ചു. വേഗം ഇപ്പൊ വരും.
കേട്ടോ, അപ്പൊ കടന്നു വരും. ചുമ്മാ ചെന്ന് അവൻ ചീത്തയും കേട്ട് എന്താടാ അമ്മച്ച എവിടെയാന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ ഉണ്ടെന്നൊന്ന് പറഞ്ഞാ മതി. ആ ഇങ്ങോട്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേരാ. ഞാനിവിടെ ഉണ്ട്. ആ ഹാപ്പിയാണോ? ഹാപ്പിയാ. ആ എന്നാ ഇനി പോയി കടന്നോ. പിന്നെ പോവാണോ അന്ന നേരെ ഇരിക്ക. ഇനി ഹസിന്റെ ആദ്യ വിവാഹമാണോന്ന്? ഹസിന്റെ ആദ്യ വിവാഹമല്ല, ഹസിന്റെ സെക്കൻഡ് മാരേജ് ആണ് കേട്ടോ. എന്റെ സെക്കൻഡ് മാരേജ് ആണ്. അത് ഡിവോഴ്സ് ആണ്. പറ. ചേട്ടൻ ഡിവോഴ്സ് ആയതാണ് കേട്ടോ. വേറെ ഒന്നും പറയാനില്ല. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചേട്ടന് പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്നാണ് നേരത്തെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഇനി എന്തെങ്കിലും എടാ നേരെ ഇരിക്കുക. ഇനി എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ചേട്ടന്റെ സെക്കൻഡ് മാരേജ് ആണ് കേട്ടോ. 10-25 വർഷം വരെ ഒരുമിച്ച് ജീവിച്ചിട്ട് ഡിവോഴ്സ് ആയ വ്യക്തികളാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പോൾ ഉള്ള ലൈഫൊക്കെ നോക്കിയാൽ പോരല്ലേ. ആ എടാ മുടിയെ പിടിക്കില്ലേ. ബിന്ദു ചേച്ചിയെ പറ്റിയുള്ള ചേട്ടന്റെ അഭിപ്രായം എന്താണ്? ചേച്ചി ലൈഫിൽ വന്നതിന് ശേഷം ചേട്ടന്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ എന്താണ്? ചേട്ടനോടാ ചോദിച്ചിരിക്കുന്നത്. ഹസിന്റെ ആദ്യ വിവാഹം ചോദിച്ചത് ബുഷറയാണ് കേട്ടോ. ബുഷറ ഓലിപ്പുഴ 5778. അമ്മച്ചി എവിടെയാന്ന് ചോദിച്ചത് ത്രിവേണിയാണ്. ബിന്ദു ചേച്ചിയെ പറ്റിയുള്ള ചേട്ടന്റെ അഭിപ്രായം എന്താണ്? സൂര്യ 9747. അത് നമ്പറാണ്, വണ്ടി നമ്പർ. അത് ഓരോരുത്തരും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുമ്പോ ഇടുന്നതാ. നമ്മുടെ ഇപ്പൊ പേരിൽ ഒരു ചാനൽ ഉണ്ടെങ്കിൽ ഇപ്പൊ ബിന്ദുസ് ഡ്രീംസ് എന്ന് വേറൊരാൾക്ക് പേരിടണം ചാനലിന്. അപ്പൊ ആ പേരിൽ ഞാനുണ്ട്. അതുകൊണ്ട് അതിന്റെ കൂടെ വല്ല നമ്പറോ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണം. അല്ലാതെ അംഗീകരിക്കില്ല യൂട്യൂബ്. അപ്പൊ പറ, ബിന്ദു ചേച്ചിയെ പറ്റിയുള്ള ചേട്ടന്റെ അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായം തന്നെ. മിണ്ടാലേ. ഭംഗിയായിട്ട്. പിന്നെ അത്ര ഉള്ളോ? എന്നെ കുറിച്ച് പറ. അതാ പറഞ്ഞോ, പറഞ്ഞല്ലോ. ആ അത്ര ഉള്ളു പറയാൻ. ഞാൻ അടുത്തൊരു പാരഗ്രാഫ് എങ്കിലും പറയുന്നു. ഈ ചുമ്മാ എഴുതി വെച്ചിട്ട് കാര്യം നമ്മൾ കാര്യങ്ങൾ പറയാം. ചുമ്മാ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല. പോയിന്റ് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെ. ചേച്ചി ലൈഫിൽ വന്നതിന് ശേഷം ചേട്ടന്റെ ലൈഫിൽ ഉണ്ടായ മാറ്റങ്ങൾ. മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി മാറ്റങ്ങളുണ്ട്. ഒത്തിരി മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലൊരു ഒരാൾ വരുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ മാറ്റങ്ങളേ ഉള്ളൂ. എന്നുവെച്ചാൽ തന്നെയല്ല, എല്ലാത്തിനും കൂടെ ഉണ്ട്. എല്ലാ കാര്യം ചോദിക്കാനും ഇത് പറയാനും കൂടെ പോരാനും എല്ലാം എൻ്റെ കൂടെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. അത് ഇനി എങ്ങനെ നീണ്ടങ്ങ് പോയിക്കൊണ്ടിരിക്കുകയല്ല. ഇനിയിപ്പോൾ വേറെ ഒരു ഇതില്ല. അതാണ് കൊച്ചു അതുകൊണ്ട് തന്നെ അത് അടുത്ത ക്വസ്റ്റ്യൻ വരും. എന്നിട്ട് പറഞ്ഞാൽ മതി. ബിൻസി ജോൺസ് 9994 9994 കൊച്ചു വന്നതിന് ശേഷം ചേട്ടന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കൊച്ചു വന്നപ്പോ ഒത്തിരി മാറ്റങ്ങളാണ്. പറയട്ടെ. അടിപൊളിയാ ആള്. എപ്പോഴും അതെ അടിച്ചു. പക്ഷെ അടിപൊളി കൂടുതലാവുന്നുണ്ട്. ചെറിയ ഡോക്ടർ ഇല്ല ഇഷ്ടം. എന്നുവെച്ചാൽ കൊച്ചു വന്നതിന്റെ സംഗതി ഒരു വീട്ടിലൊരു അനക്കമുണ്ട് എപ്പോഴും. ഇവിടെ വന്നപ്പോ തന്നെ എല്ലാരും കൂടെ വന്നപ്പോ തന്നെ ഇവിടെ ഒരു വീട്ടിലൊരു ആള് അനക്കം എന്ന് വെച്ചാല് സംഗതി അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇതാണ്. ഇനി അടുത്തത് സന്ധ്യ 9N
സന്ധ്യ -R9N. മക്കൾ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് കരയുക. അതായത് അവരുടെ അഭിപ്രായം, അവരുടെ ജീവിതമാണ് അവർ പറഞ്ഞത്. അവരുടെ മക്കളെ അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ കൊള്ളായിരുന്നു എന്ന്. അത് ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ടാണ്. ചില മാതാപിതാക്കളെ മക്കൾക്ക് മനസ്സിലാവില്ല, മക്കളെ മാതാപിതാക്കൾക്ക് മനസ്സിലാവില്ല. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കും. മക്കളും മാതാപിതാക്കളും തമ്മിൽ സംസാരം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാതെ വരും. അല്ലെങ്കിൽ മക്കളെ ഒന്നും അറിയിക്കാതെ വളർത്തിയിട്ടുണ്ടെങ്കിൽ, വിഷമങ്ങളൊന്നും അറിയിക്കാതെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം അങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് കൂടുതലും, സംസാരം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം അങ്ങനെ സംഭവിക്കാം. അതൊക്കെ ആയിരിക്കാം. എന്താണെങ്കിലും മക്കളെ മാതാപിതാക്കളെ മനസ്സിലാക്കട്ടെ, മാതാപിതാക്കളെ മക്കളെ മനസ്സിലാക്കട്ടെ. പിന്നെ മാളവിക ബി നായർ, ചേട്ടന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്വാളിറ്റീസ് പറയാമോ? അങ്ങനെ തിരിച്ചും പറയണം. ചേട്ടന്റെ പോസിറ്റീവ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ചേട്ടൻ അത് ഞാൻ പറയാം. എന്തുവാ? എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കും, നിർത്തൂല. എപ്പോഴും എന്തെങ്കിലും കാര്യമായിരിക്കും പറഞ്ഞ. പിന്നെ ഇടയ്ക്ക് നുള്ളുകയൊക്കെ ചെയ്യും. എന്നാ ദേഷ്യത്തിലല്ലാട്ടോ, കോമഡി കിട്ടുന്നുള്ളൂ. പിന്നെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളൊക്കെ തല്ലുണ്ടാക്കും. ചീത്ത പോസിറ്റീവ് തന്നെയാണല്ലേ. ചീത്ത പോസിറ്റീവ് ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഒന്നുമില്ലാന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദേഷ്യപ്പെടാറുണ്ട്. അപ്പൊ ഇങ്ങനെ കലി കയറിയിട്ട് ഇങ്ങനെ അങ്ങ് വരുമ്പോ ഞാൻ വയറ്റി പിടിച്ച് 2 കുത്തനെ. അത് സത്യം. ഇവനോട് എന്ത് ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ ഇവന്റെ കുരുത്തക്കേട് കൊണ്ട് പടുത്ത് കിടക്കുക. എന്തോരം ദേഷ്യപ്പെട്ട് പറഞ്ഞ് ചെന്നാൽ അവനിങ്ങനെ തിരിച്ചറിഞ്ഞിട്ടൊരു കുത്താൻ വെച്ചത്. ചേട്ടന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ഒന്നിനോടും അങ്ങനെ ആർത്തി കാര്യങ്ങളൊന്നുമില്ല. പണത്തിനോടില്ല, സ്വത്തിനോടില്ല, അങ്ങനെ ആർത്തി ഒന്നുമില്ല. ആർക്കും എന്ത് വേണേലും ഇങ്ങനെ സഹായിക്കാൻ, ഹെൽപ്പ് ചെയ്യാനോ, ആരോട് എന്ത് വേണേലും നിൽക്കാനോ, കൂടെ നിൽക്കാനോ, അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ നിൽക്കും. ഒരു കുഴപ്പവും ഇല്ല. പറന്ന് നിൽക്കും. പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടൻ ഒരു നേരം ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാറില്ല. ഞാൻ വീട്ടിലിരിക്കുവാണെങ്കിലും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചേട്ടനെ ആകെ കിട്ടുന്നത് രാത്രി കിടക്കാൻ നേരത്താണ്. അന്നത്തേക്ക് ഞാൻ കൂർത്തും വലിച്ചു പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോവുകയും ചെയ്യും. അല്ലാതെ എനിക്ക് ചേട്ടനെ കിട്ടാറില്ല, ഒട്ടും കിട്ടണില്ല. ഞാൻ തലവേദന പിടിച്ച് കിടന്നിട്ട് പോലും എൻ്റെ അടുത്ത് വന്നില്ല. അന്നേരം പൂച്ചിട്ട് നനയ്ക്കാൻ പോയി. ഒക്കെ പണി ഇഷ്ടംപോലെ പണി തീരുന്നില്ല. ഒരു പണി ഇല്ലെങ്കിൽ വിറക് വരെ പോയി ഉരുട്ടി ചാടിക്കും, കഴിച്ചു കുത്തി വരെ പോയി ചാടിക്കും. എന്നിട്ട് പിന്നെ ആ കല്ലെല്ലാം പറക്കി അടുക്കി വെക്കും. ഇതാണ് ഇവിടെ പരിപാടി. ഞാൻ ഇവിടെ എന്തോ ചെയ്തോണ്ടിരുന്നപ്പോ പരവരാന്ന് കേട്ടു. ആ കൊച്ചു വരെ പേടിച്ചു പോയി. അപ്പുറത്തെ വീട്ടിലുള്ളത് അതോ നല്ല ഒന്നാന്തരം വലിയ അടിപൊളി ഒരു വീടാ. മൊത്തം ഗ്ലാസും പിടിപ്പിച്ച് AC-യും പിടിപ്പിച്ച് വീടിനകത്തിരിക്കണം. കൊച്ചു വരെ കേട്ടെങ്കിൽ പിന്നെ എന്നാ പറയാനാ. വെള്ളം പടതയ്ക്കകത്ത് വീണെടുക്കൊന്ന് കുത്തിക്കളയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിറക് വരെ മൊത്തം ഉരുളിച്ചടിച്ചിട്ടിട്ട് ഇങ്ങനെ അന്തസ്സായിട്ട് നിൽക്കുക. ഇനി എന്ത് ചെയ്യുന്നു, ഇനി അടുത്ത ഇതാണല്ലോ, ഇനി അടുത്ത പണി കിട്ടിയില്ലോ എന്ന് പറഞ്ഞ് നിൽക്കുക. എന്നിട്ട് പോയിട്ട് ഈ 4 തൂണായിരുന്നു, ഇതിലെ ചുടുകട്ട എല്ലാം പിന്നെ പറക്കി അടുക്കിക്കൊണ്ടിരിക്കുക. അടുത്ത പരിപാടി ഇതാണ് ചേട്ടന്റെ നെഗറ്റീവ്. എനിക്ക് ചേട്ടനെ കാണാൻ കിട്ടാറില്ല. ഇതിലും വേറെ കട ഉണ്ടായിരുന്നപ്പോഴായിരുന്നു. അതാണ് പിന്നെ അവിടെ ഇങ്ങനെ എപ്പോഴും ഇരിക്കുവായിരുന്നു. അത്ര നടന്നിട്ട് പൈപ്പ് കിട്ടിയില്ല. ആട്ടുംകൂട് ഉണ്ടായിരുന്നു നേരത്തെ. ഇതിന്റെ പുറകിലേക്ക് ആട്ടുംകൂടിലേക്ക് ഒരു പൈപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു. ആ പൈപ്പ് എവിടെയാന്ന് പറയുന്നത് മിറ്റം മൊത്തം തുളച്ചു.
പൈപ്പ് എങ്ങാണ്ട് ഡാമേജ് ആയിട്ട് അതിന്റെ ഉള്ളിൽ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഇതിരിക്കുവാണ്. അപ്പൊ ഒരാഴ്ചത്തേക്കുള്ള പണി ചേട്ടനായിട്ടുണ്ട്. ടാസ്ക്. അടുത്തത് ഇനി എന്റെ നെഗറ്റീവും പോസിറ്റീവും പറ. ഞാൻ പറയാം. ഇല്ല നീ അല്ലടാ പപ്പ പറയട്ടെ. പറ. പോസിറ്റീവ് ഇപ്പൊ എന്താ, രാവിലെ കേൾക്കുമ്പോൾ ചായ തന്നെ പോസിറ്റീവ് അല്ലേ. അത് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടെ നോക്കുന്നു, വിളിച്ചേപ്പിക്കുന്നു. പിന്നെ വിളിച്ചേപ്പിക്കും ചിലപ്പോൾ. അത് ഞാനില്ല, ഞാനാ വിളിച്ചേപ്പിക്കുക. അത് ഓ അയ്യോ നീ 10 മണിയാകുമ്പോഴല്ലേ എണീക്കണേ? അല്ല, നീ വിളിച്ചേപ്പി, നീ ഏറ്റു നേരത്തെ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാകുന്നത് ഡിസംബർ മാസത്തിൽ പള്ളിയിൽ പോകാൻ വേണ്ടി ഏറ്റു. ചില ദിവസം അമ്മച്ചി വിളിക്കേണ്ട ആരാണ്ടൊക്കെ വിളിച്ച് എന്റെ പോസിറ്റീവ് രാവിലെ ഏറ്റവും സംഗതി ആപ്പിയും ചായ ഇടും. അന്നേരത്തിന് തൊട്ടുപോലെ ഞാനും ചെല്ലും കേട്ടോ, ഇല്ലാന്നല്ല. 8 മണിയാകുമ്പോൾ 8:15 പോകണമല്ലോ. ഇവിടെ ഗേറ്റ് വന്നല്ലോ, കോളേജ് ബസ് വരുമല്ലോ. അപ്പോൾ ഓടിച്ച് വായിച്ചെന്ന് പറഞ്ഞതൊക്കെ ചില ദിവസം നേരത്തെ എല്ലാം കഴിയും, നേരത്തെ എല്ലാം കഴിയും. ചില ദിവസം ഈ സാരി കിട്ടുന്ന ദിവസം ഇച്ചിരി താമസം വരും, ചെറിയ താമസം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറിയ താമസം വരും. അല്ല ഇപ്പോൾ ഇത് നെഗറ്റീവ് ഒന്നും അങ്ങനെ ഒരു പറയാനില്ല. പിന്നെ ഇടയ്ക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. എനിക്ക് നല്ല ദേഷ്യം വരും. ഭയങ്കര പെട്ടെന്ന് നമ്മളെ നോക്കി നിൽക്കുക. എങ്ങനെ നമ്മള് ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞു പെട്ടെന്ന് സങ്കടം വന്നിട്ട് പെട്ടെന്ന് കരയും. അത് ഭയങ്കര അല്ല, അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വർത്താനം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ചിലപ്പോ അയ്യോ എന്നോട് ചേട്ടൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അത് പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കണം. അങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് അത് തന്നെ അന്നേരം നുള്ളിപ്പറി തരുമോ, രണ്ടിടിയും തരുമോ. അത് നെഗറ്റീവ് അല്ല, അതും ഒരു ഇതാണ്, രസമുണ്ട്. നല്ലൊരു ഒച്ചപ്പാടാണ്. എപ്പോഴും സന്തോഷമായിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ജീവിതം മുന്നോട്ട് പോകില്ല. ഇടയ്ക്കൊക്കെ ദുഃഖം വന്ന എന്നാലാണ് ആ ജീവിതം കുറെ നാളെ നിൽക്കുള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ എല്ലാം അഭിനയമായി പോകും. ഇനിയിപ്പോ 2-3 മാസം കഴിയുമ്പോ ഭയങ്കര ഇതാവും, പ്രശ്നമാവും സംഗതി. ചേട്ടൻ തറവാടിന്റെ അടുത്ത് ചേട്ടന്റെ സ്ഥലം കിടക്കണ എല്ലാം അവിടെയാണ്. ചേട്ടൻ അവിടെ കൃഷിപ്പണിക്ക് പോകുന്ന പറഞ്ഞ അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ കേറുന്നു, ഇവിടെ 4:30 കോളേജ് ബസ് ഇവിടെ ഇറങ്ങുന്നു, നേരെ നീശ്ശേരിക്ക് പോകുന്നു. നീ അങ്ങനെ അവിടെ എത്തും? എന്നെ കൊണ്ടുപോകും. എടാ സമയം നോക്കടാ, നീ സമയം നോക്കടാ. ഇത് മൊത്തം വാങ്ങിക്കണം. ഇയാൾക്ക് ചേട്ടന്റെ ഇഷ്ടമല്ലാത്ത ഒരു സ്വഭാവം പറയാമോ? ഇത് തന്നെയാണ്, ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കണം, എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കും. അത് ചോദിച്ചത് സജി ചാത്തങ്കരി. ഇനി അടുത്തത് ശ്വേത ലിജിത്ത്. ബിന്ദു ചേച്ചി, എല്ലാവർക്കും സുഖമല്ല? ചേട്ടന്റെ ഏറ്റവും നല്ല സ്വഭാവം എന്ന് തോന്നിയത്? മറ്റൊന്ന് ചേച്ചിയുടെ നല്ല സ്വഭാവം ഏതാണെന്ന് പറയാമോ? ചേട്ടന്റെ ഏറ്റവും നല്ല സ്വഭാവം എന്ന് തോന്നിയത് ചേട്ടൻ ചേട്ടന്റെ നല്ല സ്വഭാവം, ചേട്ടന്റെ നല്ല സ്വഭാവം എന്നുള്ള ചേട്ടനെല്ലാം നല്ല സ്വഭാവമാണ്, പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ചേട്ടൻ എന്ത് വാങ്ങിച്ചൊക്കെ തരും, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചേട്ടന്റെ കൊള്ളിനൊക്കെ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ബീഫൊക്കെ വാങ്ങിച്ചിടാൻ പറഞ്ഞാൽ വാങ്ങിച്ചു തരൂല്ല കേട്ടോ. ചേട്ടന്റെ നല്ല സ്വഭാവം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഭയങ്കരമായിട്ടുണ്ട്. അത് വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നും ഇല്ലാതെ ചേട്ടന്റെ ഫ്രണ്ട്ഷിപ്പ് പോലും അങ്ങനെയാട്ടോ. വലിയ ഇതിലേക്കോ എന്തോ വലിയ വൻ പാർട്ടികളോട് അങ്ങനെയൊന്നുമില്ല. ചേട്ടൻ എല്ലാവരോടും ഒരുപോലെയാണ് സംസാരവും. ഞാൻ വഴിക്കൊക്കെ കാണുന്നട മുടിയെ പിടിക്കില്ല, ഓരോന്നോരോന്ന് പിഴുതോ, അതേ പല്ലി ചേട്ടൻ എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നത്. അതാണ് എനിക്ക് ഏറ്റവും നല്ല സ്വഭാവമായിട്ട് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഏറ്റവും നല്ല സ്വഭാവം ഏതാ ചേട്ടാ? പക്ഷേ ഏറ്റവും നല്ല സ്വഭാവം ഞാൻ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ബിന്ദുവിനെ കണ്ടതില്ല. ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഞാനിനി ഭക്ഷണം കഴിക്കാതിരിക്കും. അത് ഏറ്റവും വലിയ, ഞാൻ പറയും 16 പ്രാവശ്യം പറയും കഴിച്ചോ, ഞാൻ തിരിച്ച് താമസം വരും. ഇല്ല ചേട്ടൻ വരെ കഴിക്കില്ല. അത് ഏറ്റവും വലിയ എന്ന് വെച്ചാൽ എന്നെയും കാത്തിരിക്കാൻ വേണ്ടി കാത്തിരിക്കുക ഭക്ഷണം. അല്ല
അങ്ങനെ അതൊരു ഭയങ്കര ഒരു ഇതാണ്. കാരണം പിന്നെ എന്നെ പണി ചെയ്യിപ്പിക്കില്ല. എപ്പോഴും ഫോൺ വിളിച്ചു ചേട്ടാ വരാതെ ചേട്ടാ വരാതെ ചേട്ടാ വരാതെ. അങ്ങനെ എനിക്ക് ഇത് വരും, ദേഷ്യം വരും. കാരണം ഞാൻ വിശന്നാലും ഞാൻ ചേട്ടനെ നോക്കിയിരിക്കും. അല്ല നേരമല്ല, ഞാൻ വിശന്നില്ല. അതെ, ഞാൻ പറയും കഴിച്ചോ, ഞാൻ താമസമുണ്ട്. അല്ല ചേട്ടൻ വന്നിട്ട് കഴിക്കും, ചേട്ടൻ വന്നിട്ട് ഈ പ്രശ്നം. എന്നിട്ട് വിളിക്കുമ്പോൾ ഈ ഫോൺ വിളിക്കുമ്പോൾ എടുത്തില്ലെങ്കിൽ ഇവിടെ ആവും, വിഷമാവും. അപ്പം എടുക്കും. അപ്പം നമ്മുടെ പണി അത്ര കുറയാം, ഇത് തീരൂല നമ്മുടെ പണി. നമ്മൾ അപ്പോൾ ഈ വിളി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോകാൻ, പണി തീർത്തിട്ട് പോകാൻ വെക്കുമ്പോൾ അത് അങ്ങനെ ഒരു ഇത് വെക്കും. അല്ല വേറെ എന്ത് ഒന്നുമില്ല. ഇനി അടുത്തത് ആദിത്യ. ചേച്ചി ഇപ്പോഴുള്ള ലൈഫിൽ ഹാപ്പി അല്ലേ? ഇങ്ങനെ ഒരു ലൈഫ് ഉണ്ടാകുമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ? പിന്നെ ആൻസൂട്ടിനോട് ഒരു സ്പെഷ്യൽ ഹായ് പറയണം. ആദിത്യക്ക് ഹായ് കൊടുക്കടാ. ഹായ്. നീ ചെറുത്ത് ആന്നിരിക്കടാ, നിന്നെ കാണാൻ പാടില്ലടാ. അപ്പോൾ ഇപ്പോഴുള്ള ലൈഫിൽ ഹാപ്പിയാണ്. ഒരു ലൈഫ്, ഇങ്ങനെ ഒരു ലൈഫ് ഉണ്ടാവുന്ന ഒരിക്കലും ഓർത്തിട്ടില്ല. ഞാൻ ഒരിക്കലും ഓർത്തിട്ടില്ല. ഞാൻ കല്യാണം കഴിക്കണമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ അങ്ങനെ ലൈഫ്. ഹാൻസം ഫാദറാണ് ചേട്ടൻ. താങ്ക് യു. അത് പറഞ്ഞത് ജ്യോതി മേനോനാണ് കേട്ടോ. താങ്ക് യു. നമുക്ക് എപ്പോഴും കമൻ്റ് ഇടുന്നൊരു വ്യക്തിയാണ്. അടുത്തത് ലീന ആദി. കട നിർത്തിയത് എന്താ? സെക്കൻഡ് ബേബി പ്ലാൻ ഉണ്ടോ? ചേട്ടൻ്റെ ഫസ്റ്റ് മാരേജിൽ കുട്ടികളുണ്ടോ? കട നിർത്തിയത് എന്താ? കട നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഓടൂല. ഞാൻ തന്നെ ഓടും. പറമ്പിലെ കാര്യം ഓടൂല, കടയിലെ കാര്യം ഓടൂല. പറമ്പിൽ കുറേ പണികളുണ്ട്, അത് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് വന്ന് ഈ കട തുറന്നു കഴിയുമ്പോൾ ആൾക്കാർ കാണുന്നില്ല. പിന്നെ അവസാനം ഇപ്പോഴത്തെ കച്ചവടം തീരെ കുറവായി. അതുകൊണ്ട് നമ്മൾ കടയങ്ങ് പയ്യെ തൽക്കാലത്തേക്ക് നിർത്തി എന്നുള്ളൂ, വേറെ ഒന്നുമില്ല. സെക്കൻഡ് ബേബി പ്ലാൻ ഉണ്ടോ? അതിനെപ്പറ്റി ആലോചിച്ചിരിക്കുന്നു. അടുത്തത് ചേട്ടന്റെ ഫസ്റ്റ് മാരേജിൽ കുട്ടികളുണ്ടോ? ഒരാളുണ്ട്. ചേട്ടന്റെ 95 കല്യാണം കഴിഞ്ഞതാണ്. അപ്പൊ അതനുസരിച്ചുള്ള ആ ഒരു ഏജിലുള്ള ഒരു കുട്ടിയുണ്ട്. 96 കല്യാണം കഴിഞ്ഞതാ. അപ്പൊ അതനുസരിച്ചുള്ള ഒരു കുട്ടിയുണ്ട്, ഒരു ആൺകുട്ടിയാണ് കേട്ടോ. ഇനി അടുത്തത് ശ്യാമ. ഇനി ഒരു കുഞ്ഞിനെ പറ്റുമെങ്കിൽ നോക്കണം. നാളെ ആൻസ്മോൻ ഒരു കൂട്ട് വേണം. സ്വന്തം രക്തത്തിൽ പിറന്ന ഒരു കൂടപ്പിറപ്പ് വേണം. ശ്യാമ. ഓക്കെ. അടുത്തത് അനുപമ രവി. ഹായ് ചേച്ചി, അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? വീഡിയോയിലൊന്നും കാണാറില്ല. ആൻസ്മോൻ ഹാപ്പി അല്ലേ? അമ്മച്ചി എപ്പോഴും കിടപ്പും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത്. ഇപ്പം നമ്മൾ ഈ കമൻറ്റ് വന്ന സമയത്ത് ഉണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് അമ്മച്ചീനെ കാണാറുണ്ടല്ലോ, അതുപോലെ. അടുത്ത സുമ കുറേ ലവ് ഇട്ടിട്ടുണ്ട്. സന്ധ്യ. ആരോടും ദേഷ്യം തോന്നാതെ എങ്ങനെ ജീവിക്കണം ചേച്ചിന്ന്? ആരോടും ദേഷ്യം തോന്നാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. എനിക്ക് വല്ലാതെ ദേഷ്യം തോന്നാറുണ്ട്. പക്ഷെ ഞാനത് അവരുടെ മുഖത്ത് പ്രകടിപ്പിക്കാറില്ല, ഞാൻ വീട്ടിലുള്ളവരുടെ അടുത്ത് തീർക്കാറുണ്ട്. എനിക്ക് ദേഷ്യം തോന്നുമ്പോൾ ഞാനത് സ്വയം വീട്ടിലിരുന്ന് ഞാനത് പറഞ്ഞു തീർക്കാറുണ്ട്. എനിക്ക് നല്ല ദേഷ്യം തോന്നാറുണ്ട് എല്ലാവരോടും. അങ്ങനെ ദേഷ്യം തോന്നാതെ നമുക്ക് ജീവിക്കാനൊന്നും പറ്റത്തില്ല. അത് നമ്മുടെ ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്ന ഒരു വികാരമാണ്. പിന്നെ മറ്റുള്ളവരുടെ അടുത്ത് ദേഷ്യം പ്രകടിപ്പിക്കാൻ, വീട്ടിലുള്ളവരുടെ അടുത്ത് എന്തോരം ദേഷ്യം വേണം പ്രകടിപ്പിക്കാൻ, ഒരു കുഴപ്പമില്ല. വീട്ടിലുള്ളവരാ, നമ്മളെ മനസ്സിലാക്കിയവരാ. പക്ഷെ മറ്റുള്ളവരുടെ അടുത്ത് ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ കൈവിട്ട് പോകാം. വല്ല ആയുധമൊക്കെ കയ്യിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ഇടി കൊടുത്താലോ തന്നെ നമ്മുടെ ലൈഫ് തന്നെ മാറി മറിയാം. അതുകൊണ്ട് ദേഷ്യം വരുവാണെങ്കിൽ വീട്ടിലിരിക്കുന്ന ബക്കറ്റ് ചവിട്ടി പൊട്ടിച്ചാണെങ്കിൽ തീർത്തോളൂ, പക്ഷെ പുറത്തിറങ്ങി തീർക്കാൻ നിൽക്കരുത്. അതാണ് എനിക്കുന്നത്. പക്ഷെ ഞാൻ ബക്കറ്റൊന്നും പൊട്ടിക്കാറില്ല, അത് വേറെ. ഞാൻ സാധനം പൊട്ടിക്കാറൊന്നുമില്ല. ഉണ്ടോ? ഇല്ലല്ലോ. ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് കരയുള്ളൂ. അടുത്തത് മഞ്ജു അശ്വതി. ഹസ്ബൻഡ് എന്തെങ്കിലും ക്യാരക്ടർ ബിന്ദുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായി ഉണ്ടായിരുന്നോ? പിന്നെ ചാച്ചനോട് കല്യാണത്തിന് മുൻപ് ബിന്ദു സംസാരിച്ചിരുന്നോ? ചാച്ചനോട് ഇപ്പം സംസാരിച്ച ചാച്ചന് ചെവിയാക്കൂല. അന്നേരം ഇനി കല്യാണത്തിന് മുമ്പ് ഞാൻ ആരാന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നത്. ബിന്ദുവിനെ ആദ്യം കണ്ടപ്പോൾ ചാച്ചൻ എന്താ പറഞ്ഞത്?
ഹസ്ബൻഡ് ആദ്യ വിവാഹത്തിലെ മക്കളെ കാണാൻ പോകാറില്ലേന്ന്. ഇല്ല, അത് പറഞ്ഞോ. ഇല്ല. കാണാൻ പോകാറില്ല. ചേട്ടനെ വേണ്ടാന്ന് പറഞ്ഞു പോയവരൊക്കെ ആയതുകൊണ്ട് പിന്നെ അല്ലേ. ചേട്ടൻ അത് പറയുമ്പോൾ വിഷമ, വേണ്ട. പിന്നെ ഗൾഫിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ചേട്ടൻ നിന്നപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് അങ്ങനെ ചേട്ടന് ഒത്തിരി ദുഃഖങ്ങളൊക്കെ ഉണ്ടായതാണ് കേട്ടോ. ഉണ്ടാക്കിയതെല്ലാം പോയി. നാളെ ആരാണ്ട് ചോദിച്ച് വീടുണ്ടോ, നിന്റെ പേരിൽ വീടെങ്കിലും ഉണ്ടോന്ന്. ഞാൻ മരണം വീട്ടിൽ പോയപ്പോൾ ഒരു ചേച്ചി ചോദിച്ചില്ലേ വീടില്ലേന്ന്. കരിക്കുന്നത്ത് പോയപ്പോൾ വീടില്ലേന്ന്. പള്ളിയിലെ അച്ഛനും ചോദിച്ചത് ചേട്ടനോട് വീട് നിന്റെ പേരിലല്ലേ, വീട് നിന്റെ പേരിലല്ലേ. അപ്പം അത് ചേട്ടനെ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമുണ്ട്, നമ്മൾ അവോയ്ഡ് ചെയ്ത് വിട്ടു. പിന്നെ ബിന്ദുവിനെ ആദ്യം കണ്ടപ്പോൾ ചാച്ചൻ എന്ത് പറഞ്ഞത്? എന്നെ ആദ്യം കണ്ടപ്പോൾ സത്യം പറഞ്ഞ ചാച്ചനൊന്നും മിണ്ടിയില്ല. ചാച്ചൻ ഇങ്ങനെ ഇരുന്ന് എന്നെ പഠിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. ചാച്ചനെ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് പഠിച്ചു, ഇങ്ങനെ നോക്കി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കൊച്ചാ ഞാൻ പോയി കിടക്കുക, പകല് ആദ്യം ചെന്ന ചാച്ചൻ 6 മണിയൊക്കെ പറഞ്ഞു വീട്ടിൽ പൊക്കോളാം, വീട്ടിൽ പൊക്കോ, പകല് വരാൻ പറഞ്ഞു. അങ്ങനെ രാത്രിയായി. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ എന്നെ കണ്ട് മിണ്ടി കഴിഞ്ഞപ്പോ ഇപ്പൊ ചാച്ചൻ എന്നെ ഭയങ്കര ഇഷ്ടമാ, ജീവന. ഇപ്പൊ പറയാ പോവണ്ട, ഇവിടെ കിടന്നോളെ, ഇവിടെ ഉള്ള കഞ്ഞി കുടിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലൊക്കെ കിടന്നോ, ഞാൻ ഇഷ്ടപ്പെട്ട കട്ടലൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടെന്ന്. ഇനി അടുത്തത് അമ്മാളൂസ് വേൾഡ്. ലൈഫിൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇതെല്ലാം വെച്ചിട്ട് ചേച്ചിക്ക് എന്താണ് മറ്റുള്ളവരോട് പറയാനുള്ളത്? ഐ മീൻ ജസ്റ്റ് ഒരു കുഞ്ഞു മോട്ടിവേഷൻ. ഞാനിപ്പോ വലിയൊരു മോട്ടിവേഷൻ കൊടുത്തു. പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളോട് എന്തൊക്കെ പരിഹസിച്ചാലോ, നമ്മളെ താഴ്ത്തിക്കെട്ടാൻ നോക്കിയാലോ, നമ്മളെ കൊച്ചാക്കാൻ നോക്കിയാലോ, നമ്മളെ അവോയ്ഡ് ചെയ്താലോ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നമ്മൾ വേണം തീരുമാനിക്കാൻ. അതാണ് നെഗറ്റീവും പോസിറ്റീവായിട്ട് പറയാനുള്ളത്. നമ്മൾ കരഞ്ഞാൽ മാത്രമേ നമ്മൾ തോറ്റു പോകത്തുള്ളൂ മറ്റുള്ളവരുടെ മുമ്പിൽ. അവർ കരയിപ്പിക്കാൻ നോക്കിയാൽ നമ്മൾ തോക്കില്ല, നമ്മൾ കരഞ്ഞാൽ മാത്രമേ തോക്കുള്ളൂ. അത്രേ ഉള്ളൂ. അടുത്തത് മിനി മനോജ് 6787. അമ്മച്ചി എവിടെ കാണുന്നില്ലല്ലോ എന്ന്. അമ്മച്ചി ഇവിടെ ഉണ്ട്, കണ്ടല്ലോ എല്ലാവരും. അപ്പൊ ഇത്രയും കമന്റാണ് നമുക്ക് വന്നത് കേട്ടോ. 27 കമന്റും നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇത്രയുള്ള കാര്യം. വീഡിയോ ഇച്ചിരി ലെങ്തി ആയി പോയി, സാരയില്ല. അപ്പോ വേറെ എല്ലാം പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ നമ്മുടെ വേറൊരു വീഡിയോ വരുന്നുണ്ട്. നമ്മുടെ ആൻസൂട്ടർ യോസേ പിതാവായ ഒരു വീഡിയോ നമ്മൾ നാളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ആൻസൂട്ടൻ തന്നെ ഇരുന്ന് വേണേ Q&A ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ.